വെറൈറ്റി രീതിയിലുള്ള ഒരു പഴംപൊരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. വെറൈറ്റി രീതിയിലുള്ള പഴംപൊരി ഉണ്ടാക്കുന്ന ഞാൻ 2 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ പഴുത്തതായിരിക്കണം. നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി എടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഞെരടിയെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് നമ്മൾ ഇത് ഉടച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാര പൊടിച്ചപ്പോൾ ഞാനൊരു 3 ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇടാൻ മറക്കരുത്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർക്കാൻ മറക്കരുത്. ഞാൻ പഞ്ചസാര പൊടിച്ചപ്പം ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തായിരുന്നു. നന്നായിട്ടിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് മുറുകി വരാനായിട്ട് ചേർത്തതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏത്തപ്പഴം നന്നായിട്ട് നമ്മൾ ഉടച്ച് അതിന് ചേർക്കേണ്ടതൊക്കെ ചേർത്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ വെറൈറ്റി പഴംപൊരി ഉണ്ടാക്കുന്നതിന് ഞാൻ സ്പൂൺ കൊണ്ടാണ് കോരി ഒഴിക്കുന്നത്. നമുക്ക് കുറേശ്ശെ കോരി ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടിത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം. അങ്ങനെ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള പഴംപൊരി സ്പൂൺ കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.